ഹായ് നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ ഇന്ന് നമുക്കൊരു കിഡിലോസ്കി ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. നല്ല ഫ്രഷ് ഞണ്ടാണേ. അതിനു വേണ്ടി ഞണ്ടൊന്ന് വൃത്തിയായി ക്ലീൻ ചെയ്തെടുക്കാമേ. അങ്ങനെ ഞണ്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടേ. നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് പച്ചമുളക്, കൊച്ചുള്ളി, സവാളയും കൂടെ അരിഞ്ഞതാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്തതിന് ശേഷമേ ഉള്ളി ഇട്ട് കൊടുക്കാവൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാമേ. അതുപോലെ തന്നെ റോസ്റ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ്. കുരുമുളകാണ്. ഞാനിപ്പോൾ കുരുമുളക് ഇടുന്നില്ല. എൻ്റെ റിച്ചുവാവയ്ക്കാണെങ്കിൽ എരി തോനെയും വേണ്ട, അതുകൊണ്ട് കുരുമുളക് പൊടി ഇടുന്നില്ല. നിങ്ങൾ ഓരോ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടോണേ. ഇത് നന്നായി വാടി സെറ്റായിട്ടുണ്ടേ. ഇതിലേക്ക് നമുക്കിനി പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമേ. പൊടി നന്നായിട്ട് മൂക്കട്ടെ. നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമുക്കാണെങ്കിൽ ഞണ്ടിനെ ഇട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് പൊടി ഐറ്റംസ് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഞണ്ടിട്ട് കൊടുക്കാം. നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ കുരുമുളകും കൂടി ഇട്ട് പൊടിച്ചെടുത്തതാണ്. അതുകൊണ്ട് സെപ്പറേറ്റ് കുരുമുളക് ചേർക്കുന്നില്ല. കുഞ്ഞിന് കൊടുക്കാനുള്ളത് കൊണ്ട് കൂടെ വേറെ കുരുമുളക് ഇടണം എന്നുള്ളവർ ഇട്ടു. ഞണ്ടിൽ നിന്ന് വെള്ളം ഇറങ്ങുമെങ്കിൽ തന്നെ നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് വേവണ്ടേ. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.